മതി. രാവിലെ ആരാണോ എന്തെങ്കിലും ഒന്ന് തിന്നാൻ നേരത്ത് ഏതെങ്കിലും പിശാചുകൾ കയറി വരും. അയ്യോ അമ്മാവനല്ല പറഞ്ഞത്, പുറത്ത്. മിസ്റ്റർ അച്യുതൻ കുട്ടിയില്ലേ? ആ ഉണ്ട്, വിളിക്കാം. അച്ചു, ഞങ്ങള് ഒരു വെഡിങ് ഇവന്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. കുടിക്കാൻ അത് വന്ന് ഒന്നും വേണ്ട. ആമാ ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ, അല്ല കുടിച്ചതേ ഉള്ളൂ. അങ്ങോട്ട് നിങ്ങൾ കല്യാണ പെണ്ണിന്റെ ആൾക്കാരോ അതോ? അയ്യോ അച്ചുവേട്ടന് മനസ്സിലായില്ലേ? ഇതാണ് കുരച്ചന്റെ ടെക്സ്റ്റൈലിലെ പുതിയ മാനേജർ ജാക്കറ്റ് കോശി. ജാക്കറ്റ് കോശിയല്ല, ജേക്കബ് കോശി. അപ്പൊ പേര് മാറ്റിയാ? ഞാൻ കാഞ്ചിനാഥൻ, കാഞ്ചി എന്ന് വിളിക്കും. കാഞ്ചി വിളിക്കലല്ല, കാഞ്ചി വലിക്കലല്ലേ. കാഞ്ചീപുരം മീനാക്ഷി സിൽക്സിന്റെ മാനേജറാ. മീനാക്ഷിയുടെ ആ കല്യാണം. ഏത് മീനാക്ഷി? മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു വാരിശ്. ആര്? വാർണിഷ? വാർണിഷ് അല്ല, വാരിശ് എന്ന് പറഞ്ഞ അവകാശി, മനസ്സിലായോ? അതുകൊണ്ട് മുതലിയാരയ്യാവുക്ക് ഒരേ നിർബന്ധം, കാഞ്ചീപുരത്ത് ഇതുവരെ ആരും കാണാത്ത കല്യാണം. കല്യാണത്തിന് ആരും കാണില്ലേ? അതല്ല, ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം. അപ്പൊ ഈ കല്യാണം നടക്കില്ലേ? കല്യാണം ഗംഭീരമാക്കണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പറ. അതായത് മീനാക്ഷി ബംഗ്ലാവും, ബംഗ്ലാവ് മുതൽ കല്യാണ മണ്ഡപം വരെയുള്ള റോഡും കല്യാണ മണ്ഡപവും ഒക്കെ അലങ്കരിച്ച് ദേവലോകം പോലെ ആക്കണം. ആന, കുതിര, ചെണ്ടമേളം, പുലികളി, കഥകളി, താലപ്പൊലി, തിരുവാതിര എല്ലാം വേണം. പിന്നെ മുതലിയാരയ്യാവുക്ക് വിദ്യാഭ്യാസം ரொம்ப കമ്മി. അതിനാലെ കല്യാണം കൂടാൻ വരുന്നവർ കേൾക്കാൻ പാകത്തില് ഇംഗ്ലീഷ് പേശി ബന്ധുക്കളെ പോലെ നിൽക്കാൻ കുറച്ചുപേരെ കരുതിയേക്കണം. മുതലിയാരയ്യാവുടെ മൂത്ത പെണ്ടാട്ടി വിശാലാക്ഷി അമ്മാവുടെ ഐഡിയ. മൊയിലിയാരല്ല, മുതലിയാര്. ആയിക്കോട്ടെ. അങ്ങേരുടെ ഏത് പെണ്ടാട്ടിയിലാണ് കല്യാണ പെണ്ണ്? അയ്യോ, മുതലിയാര് മീനാക്ഷിയുടെ ഒരേ ഒരു അമ്മാവനാ. പുള്ളിക്കാരന്റെ മൂത്ത പൊണ്ടാട്ടിയിലെ മകൻ ശരവണനാണ് മാപ്പിളை, മുറമാപ്പിളை. രണ്ടാമത്തെ പൊണ്ടാട്ടിയിലുള്ള പെങ്കൊച്ചു മരതകം +2 ആയിട്ടേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ പറ്റിയ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, +2 പെണ്ണിനെ കെട്ടാൻ ഇവിടെ ആരുമില്ല. അയ്യോ, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല, ഈവന്റ് നടത്തുന്നത് ഏൽപ്പിക്കാൻ. കഴിഞ്ഞ തവണ കാഞ്ചീപുരം പട്ടിന്റെ ലോഞ്ച് നിങ്ങൾ നജീബിനല്ലേ കൊടുത്തത്? ഇതും അയാളെ തന്നെ ഏൽപ്പിച്ചാൽ മതി. സോറി മിസ്റ്റർ അച്യുതൻ കുട്ടി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇത്രയും വലിയ തുകയ്ക്കുള്ള പരിപാടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഒന്നുകിൽ മീനാക്ഷി ബംഗ്ലാവും റോഡും, അല്ലെങ്കിൽ കല്യാണ മണ്ഡപവും റോഡും, ഏതെങ്കിലും ഒന്നേ നജീബിനെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത് വലിയ തുക വരുന്ന പരിപാടിയാ. വേണമെങ്കിൽ കല്യാണ മണ്ഡപവും പാതി റോഡും ഞാൻ ചെയ്യാം, ബംഗ്ലാവും പാതി റോഡും അയാൾ ചെയ്യട്ടെ. ഞാനൊരു ഐഡിയ പറയാം. ഒന്നുകിൽ കല്യാണ മണ്ഡപവും പകുതി റോഡും അച്യുതൻകുട്ടി ചെയ്യട്ടെ, കാമാക്ഷി ബംഗ്ലാവും. അല്ല, മീനാക്ഷി. ഏത് യക്ഷിയായാലും ആ ബംഗ്ലാവും പകുതി റോഡും നജീബ് ചെയ്യട്ടെ. അത് തന്നെയല്ലേ അച്ചോട്ടനും പറഞ്ഞത്? ആണല്ലോ, എങ്കിൽ ടേക്ക് ഓക്കെ. എന്റെ അമ്മാവനാ, സിനിമയിൽ വലിയ ക്യാമറമാനാ. നിന്നോട് വിശദീകരണം ചോദിച്ചില്ല. കുഞ്ഞുനാളില് നാഗർകോവിലായിരുന്നപ്പോ എംജിആറിന്റെ കുറെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്താ? വസുന്ധര. അയ്യേ, അപ്പൊ അതല്ല. ബാലമ്മാവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തമിഴും തെലുങ്കും പറയാൻ ഒരാളായ. അങ്ങനെ അറിയാനൊന്നുമില്ല. സത്യം പറഞ്ഞാ മുതലിയാരും അമ്മാവും ഒക്കെ മലയാളീസാ. പിന്നെ അപ്പനപ്പന്മാരായിട്ട് അവിടെ ബിസിനസ് തുടങ്ങിയതുകൊണ്ട് മുതലിയാരന്മാരായി പോയതാ. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? ഇവന്റ് നടത്തേണ്ട സൈറ്റ് വന്ന് കാണണം. ക്ലയന്റിന്റെ ഡിമാൻഡ്സ് അറിഞ്ഞ് ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഇട്ട് ഓക്കെ പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്താലേ ഞങ്ങൾ ഉറപ്പിക്കും. അതിനൊക്കെ ഇവിടെ ഈ കോശിയുണ്ട്. അപ്പോ പോകുന്ന വഴി നജീബിനെ കണ്ട് എല്ലാം ഫിക്സ് ചെയ്തോട്ടെ. നജീബ് പാതി ഏറ്റാലേ ഞാനുള്ളൂ. ഓക്കെ. അഡ്വാൻസ് എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, വരട്ടെ. എന്തായാലും എന്റെ പ്രാർത്ഥന കേട്ട് പരദൈവങ്ങൾ പറഞ്ഞു വിട്ടതാ ഇയാള്. നജീബും നീയും വീണ്ടും ഒന്നിച്ചൊരു പരിപാടി ഏറ്റെടുത്തല്ലോ, സമാധാനായി. ഒന്നിച്ചൊന്നുമല്ല, ഈ പരിപാടി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയാഞ്ഞിട്ടുമല്ല. അവൻ ഈ മുറ്റത്ത് വന്നതെന്ന് വെല്ലുവിളിച്ചതുപോലെ എന്റെ മുന്നിലൊന്ന് കിട്ടാൻ വേണ്ടിയാ. നേർക്ക് നേരെ പൊരുതാൻ കിട്ടിയ ഒരു അവസരം ഞാൻ വിടില്ല. അപ്പൊ കോംപ്രമൈസ് ആയതല്ലേ? കോംപ്രമൈസ് അത് ഈ ജന്മത്തുണ്ടാവില്ല അമ്മാവാ. ഇത് ഫയൽ വെച്ചേക്ക്. ശ്രീരാമലിംഗം മുതലിയാർ, മീനാക്ഷി സിൽക്ക്, മീനാക്ഷി ബംഗ്ലാവ്, കാഞ്ചീപുരം. കേരളാവിന്ന് ഫോൺ വന്നിരുന്നു. 30-ാം തീയതിക്കുള്ള സാമൂതിരിക പട്ടി 200 എണ്ണം തീർത്തേക്കണം. ഡബിൾ സൈഡ് ബ്രോങ്കറ്റ്സ് 100 എണ്ണം. ശരിങ്ങമ്മ. ശരി அம்மா முதலரையா வந்துட்டாங்க.
ദേവരാജ ஐயா. ഡിക്കിൽ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട് അത് സൂക്ഷിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാ சரிங்க ஐயா. ഏമന്നിக்கிறேനടാ കോവില് തിരക്കധികം ഉണ്ടായിരുന്നു അണ്ണാ. ഉണ്ടായിരുന്നോന്നു 1 കിലോമീറ്റർ നീളത്തിലായിരുന്നു ക്യൂ, ഒരേ കൂട്ടം. പിന്നെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കണ്ടു. അതെ, വിശ്വംഭരയരെ കണ്ടതുകൊണ്ട് വടക്കേ നടയിലൂടെ കയറി കണ്ണു നിറച്ച് കണ്ടതുള്ളൂ. വഴിപാടും കഴിച്ചു. ഇതാ പ്രസാദം. അത്തേന്ന് വീരമണി നെയ്യാൻ വന്നിട്ടുണ്ടോ? മീനാക്ഷിക്കുള്ള ഷോള് തുന്നിക്കഴിഞ്ഞെന്ന് അറിയാനായിരിക്കും. അത്ത കണ്ടോ? അതെങ്ങനെ ആരും കാണിക്കണ്ടെന്നല്ലേ നീ പറഞ്ഞിരിക്കുന്നത്? ഞാനൊന്ന് നോക്കട്ടെ. ആ கடவுளுக்கிட்ட மரதகை என்ன கேட்டான்னு தெரியுமா? എന്നെ കേട്ടേ? அது மட்டும் சொல்ல மாட்டேன். ஏய் சொல்லண்டி. അവൾക്ക് ഫിലിം സ്റ്റാർ ശരത് കുമാർ മാതിരി ഒരു ഭർത്താവിനെ വേണമെന്ന്. നില്ലടി, ശരത് കുമാറാ? ചിന്ന പൊണ്ണ് ആസയോ പെരിസ് ഉണ്ണ വരുതാണ്ടി. ഏകാംബര കോയില് മാത്രമേ പോയുള്ളൂ? അല്ല, കാഞ്ചി കാമാക്ഷി ക്ഷേത്രത്തിലും തൊഴുതു. முருகன் கோயில கூட கும்பிட்டு போலான்னு சொன்னேன். யாரு കേക്കறாங்க? സുബ്രഹ്മണ്യനിക്കും 2 പൊണ്ടാട്ടി, ഏകാംബരത്തിനും 2 പൊണ്ടാട്ടി. ആരെങ്കിലും ഒരാളെ തൊഴിലാ പോലെ. ഏകാംബരൻ എങ്ങനെ 2 ഭാര്യമാര്? പാർവതി മാത്ര ഭാര്യ. அப்ப எங்க பொண்டாட்டி இல்லையா? ആ ജടയ്ക്കുള്ളിരിക്കുന്ന കള്ളക്കാതിൽ എങ്ങനെ പൊണ്ടാട്ടി ആവോടി? யாரு കള്ളക്കാതിലി? ശിവന്റെ സുബ്രഹ്മണ്യന്റെ പെണ്ടാട്ടിമാരുടെ പേര് പറഞ്ഞ് അടി ഉണ്ടാക്കരുത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പോരേണ്ട വീട്ടിലേക്ക്. ഇതാ പറയുന്നത്, 2 തല തമ്മിൽ ചേരും. പക്ഷെ 4 കാഞ്ചി. ഓ, ഞാനൊരു പഴഞ്ചൊല്ലു പറയാൻ തുടങ്ങിയതാ. പഴഞ്ചൊല്ലൊക്കെ പിന്നെ പോയാലും എന്തായി? ആ മാനേജർ കോശയും കൂട്ടി പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കി. നിശ്ചയത്തിന് മുമ്പേ അവരിങ്ങ് എത്തുന്നാ പറഞ്ഞത്. അതെന്തിനാ? ബംഗ്ലാവും റോഡും മണ്ഡപവും ഒക്കെ കണ്ടിട്ട് വേണമല്ലോ ഡിസൈൻ ചെയ്യാൻ. പുലികളിയുടെ കാര്യം ഏർപ്പാടാക്കിയോ? ഉവ്വ. അയാളുടെ നമ്പരും കൊടുത്തു. അവര് വിളിക്കും. എന്തിന്? എന്നെ കൊണ്ട് പുലി വിളിപ്പിക്കാനോ? അതല്ല, എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിലോ. എന്തായാലും ഒരു വരട്ടെ. അതിനു മുമ്പ് പൊലകുളിയുടെ കാര്യം ഏർപ്പാടാക്കണം. പൊലവിളിയോ? ആരുടെ? അല്ല, പുലികളി. ഓ നീ പൊക്കോ. ഓ അവനോടാ പോവാൻ പറഞ്ഞേ. കാഞ്ചിനാഥാ ഇത് തുറക്ക്. എന്താണ് അത്? അതൊക്കെ ഉണ്ട്, നീ നോക്കിക്കോ. എന്തൊരു തറവാടിത്ത്, എന്തൊരു ഐശ്വര്യം. ഇതെങ്ങനുണ്ട്? ഇതാരുടെയാ? പുറം നാട്ടിലൊക്കെ വലിയ വലിയ ആൾക്കാർ കല്യാണത്തിന് വരികയല്ലേ. ആഠ്യത്തുള്ള 2 പേര് ഇരിക്കട്ടെ. ഈ ദരിദ്രവാസികളാണ് അയ്യാവിടെ അച്ഛനും അമ്മയെന്നും പറഞ്ഞ് എങ്ങനെ കാണിക്കും? കണ്ടാൽ ഒരു തറവാടിത്തോക്കെ വേണ്ടേ? അതുകൊണ്ട് അയ്യ തന്നെ പ്രത്യേകം പറഞ്ഞു വരപ്പിച്ചതാ. നല്ല കാശം ചെലവാക്കി. ഈ അയ്യാവിടെ ഒരു ബുദ്ധി. നീ അത് 2 ഏതെങ്കിലും മൂല കളഞ്ഞിട്ട് നീ ഇത് 2 എടുത്ത് അവിടെ തൂക്കും. വേണ്ട വേണ്ട, ഇതാണ് എന്റെ അച്ഛനും എന്ന് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദേവനായി അണ്ണം പറയുന്ന എണ്ണം കൊണ്ടുപോയി അണ്ണന്റെ വീട്ടിൽ തൂക്കിക്കോ. അയ്യോ, അല്ലെങ്കിൽ നല്ലത് പറഞ്ഞാൽ നിന്റെ തലേ കേറില്ല. കാഞ്ചി, നീ ഇത് 2 വിശാലാക്ഷിയുടെ കൊടുത്തിട്ട് ഹാളിൽ തൂക്കാൻ പറ വീട്ടില്. എന്തൊരു ഭാരം. അത്തേ മീനാക്ഷി ചെന്നൈന്ന് എപ്പോ വരും? 4 മണിയുടെ ട്രെയിനിന്. ചിന്നസ്വാമി കാറും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അതെ. എന്തിനാ ട്രെയിനിൽ വരാൻ പറഞ്ഞത്? ഇവിടുന്ന് ചെന്നൈക്ക് 2 മണിക്കൂറിലെ ഡ്രൈവ് ഉള്ളൂ. ഞാൻ പോയല്ലോ. അതെ, ഞാൻ പറഞ്ഞതല്ല, അവൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാ. അണ്ണ വന്നു തോന്നുന്നു. മീനാക്ഷി എങ്കടാ? ഇനിമാവ് പാക്കല അയ്യാ. പാക്കലയാ? പ്ലാറ്റ്ഫോമിൽ തേടി പാത്തിയാ? எல்லா இடத்துலயும் தேடி பார்த்தாச்சு. ഭഗവാനെ, എന്റെ കുഞ്ഞു പിന്നെ എവിടെ പോയി? போன்ல கூப்பிட்டு பார்த்தா செல்போன் சுவிட்ச் ஆஃப் பண்ணிருக்கு. കടവുളെ, മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു അവകാശി ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവോ?